ഹിക്മാക്കീസ് ക്ലാസ് 7 and 8 ഭാഗം 3. ലോകസുന്ദരൻ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ക്വിസാണ് ഈ വീഡിയോ. 1. ജയിലിൽ യൂസഫ് അലൈഹിസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരെല്ലാമാണ്? കൊട്ടാരത്തിലെ 2 പരിചാരകന്മാർ. 2. ജയിലിൽ വെച്ച് യൂസഫ് അലൈഹിസ്സലാമക്ക് ഉറക്കത്തിൽ തോന്നിയ അശരീരി എന്തായിരുന്നു? അല്ലയോ യൂസഫ്, ദുഃഖിക്കാതിരിക്കുക, ദൈവം കരുണാനിധിയാകുന്നു, അവൻ നിന്നെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. 3. യൂസഫ്, അറിയുക, മഹത്വത്തിലേക്കുള്ള മാർഗം ഡേഷ് നിറഞ്ഞതാകുന്നു, ദുർഘടം നിറഞ്ഞതാകുന്നു. മഹത്വത്തിലേക്ക്, നന്മയിലേക്കുള്ള മാർഗത്തിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടതുണ്ട്. 4. ഇഹലോകത്തും പരലോകത്തും സുഖം ലഭിക്കാനുള്ള മാർഗം എല്ലാ മനുഷ്യരെയും നന്മ നിറഞ്ഞവരാക്കുക, മനുഷ്യരിൽ സത്യവും ധർമ്മവും പ്രചരിപ്പിക്കുക. 5. യൂസഫ് അലൈഹിസ്സലാം അശരീരിയിലൂടെ മനസ്സിലാക്കിയ തൻ്റെ ജീവിത ദൗത്യം എന്തായിരുന്നു? മനുഷ്യരിൽ നന്മ പ്രചരിപ്പിക്കുക, തിന്മ നിരുത്സാഹപ്പെടുത്തുക. യൂസഫ് അലൈഹിസ്സലാം ജയിലിൽ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ അശരീരിയിലൂടെ മനുഷ്യനെ നന്മയിലേക്ക് പ്രചരിപ്പിക്കുകയും തിന്മ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമായി ലക്ഷ്യമാക്കി അദ്ദേഹം മനസ്സിലാക്കിയത്. 6. സത്യവും ധർമ്മവും മഹത്തരവും സുഖകരവുമാണല്ലോ താങ്കൾ പറയുന്നത്. ആരുടെ ചോദ്യങ്ങളാണിത്? യൂസഫ് അലൈഹിസ്സലാമയുടെ കൂടെ ജയിലുണ്ടായിരുന്ന കൂട്ടുകാരാണ് യൂസഫ് അലൈഹിസ്സലാമയോട് ഈ ചോദ്യം ചോദിച്ചത്. 7. ആ സ്ത്രീയും എൻ്റെ സഹോദരന്മാരും എന്നെ കണ്ടെടുത്ത വ്യാപാരികളും എന്നെപ്പോലെ നീതിയിലും ധർമ്മത്തിലും നിഷ്ഠയുള്ളവരായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ യാതനകൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ആരുടെ വാക്കുകളാണിത്? യൂസഫ് അലൈഹിസ്സലാമയുടെ. യൂസഫ് അലൈഹിസ്സലാമയോടുള്ള അസൂയ മൂലം തൻ്റെ സഹോദരങ്ങൾ കിണറ്റിലേക്ക് അദ്ദേഹത്തെ ഇട്ടു. അതിനുശേഷം വ്യാപാരികൾ അവർക്കുള്ള അമിതമായ ആഗ്രഹം മൂലം, സമ്പത്തിനോടുള്ള ആർത്തി മൂലം യൂസഫ് അലൈഹിസ്സലാമയെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അതിനുശേഷം കൊട്ടാരത്തിലെത്തിപ്പെട്ട യൂസഫ് അലൈഹിസ്സലാം രാജ്ഞിയുടെ മോശമായ സമീപനങ്ങൾ മൂലം അവസാനം ജയിലിലാവുകയും ചെയ്തു. ഈ 3 കാര്യങ്ങളും യൂസഫ് അലൈഹിസ്സലാമയുടെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കൊണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 8. എല്ലാവർക്കും സമാധാനം കിട്ടാൻ മനുഷ്യന്മാർ എങ്ങനെയായിത്തീരണമെന്നാണ് ജയിലിലെ കൂട്ടുകാർ മനസ്സിലാക്കിയത്. എല്ലാവരും നല്ലവരായി ജീവിക്കണം. എല്ലാവരും നല്ലവരായി തീർന്നാൽ മാത്രമാണ് നല്ല ആളുകൾക്കും സുഖമായിക്കൊണ്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. മോശമായ ആളുകളുടെ മോശമായ പ്രവർത്തനങ്ങൾ നല്ലവരെയും ബാധിക്കുമെന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 9. മനുഷ്യന് സ്വന്തത്തിനും ലോകത്തിനും സുഖം സമാധാനവും ലഭിക്കുവാനുള്ള ഏത് മാർഗത്തെക്കുറിച്ചാണ് കൂട്ടുകാരോട് യൂസഫ് അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്? ജനങ്ങളെ സത്യത്തിലേക്കും നീതിയിലേക്കും ക്ഷണിക്കുക. ജനങ്ങളെ സത്യത്തിലേക്കും നീതിയിലേക്കും നന്മയിലേക്കുമൊക്കെ ക്ഷണിച്ചാൽ മാത്രമാണ് ലോകത്ത് സമാധാനമുണ്ടാവുകയുള്ളൂ. ഒരാൾ നല്ലവനായി ജീവിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരും നല്ലവരായി തീർന്നാൽ മാത്രമാണ് ലോകം സുഖകരമായി കൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. 10. ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അധർമ്മവും അനീതിയും പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ അന്നു മുതൽ ലോകം ഡാഷ് ഒരു നരകമായി മാറും. ലോകത്തുള്ള എല്ലാവരും മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാവാത്ത രീതിയിൽ ആകെ പ്രയാസമുള്ളതായിക്കൊണ്ട് മാറുകയും
നരക തുല്യമായി കൊണ്ട് മാറുകയും ചെയ്യും. 11. നല്ല മനുഷ്യർ എത്ര തന്നെ ഈ ലോകത്ത് വെച്ച് യാതനകൾ അനുഭവിക്കേണ്ടി വന്നാലും നീതിമാനായ ദൈവം അല്ലാഹു അവർക്ക് ദേശിൽ വെച്ച് അർഹമായ പ്രതിഫലം നൽകും. പരലോകത്ത് വെച്ച് നല്ല ഒരു മനുഷ്യന് ഈ ലോകത്ത് വെച്ച് ഇഹലോകത്ത് വെച്ച് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അനുഗ്രഹമായി പ്രതിഫലമായി പരലോകത്ത് അതിനുള്ള സ്വർഗീയമായ പ്രതിഫലം അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് നീതിയും. 12. തെറ്റായ കാര്യം എത്ര മുമ്പ് തുടങ്ങിയാലും തെറ്റുതന്നെ. ആരുടെ വാക്കുകളാണിത്? യൂസഫ് അലൈഹിസ്സലാമയുടെ. ഒരാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മുമ്പ് തൻ്റെ പിതാക്കന്മാർ ചെയ്തത് കൊണ്ട് മാത്രം ചെയ്യുവാൻ സാധ്യമല്ല എന്നും പിതാക്കന്മാർ തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് എന്നാണ് യൂസഫ് അലൈഹിസ്സലാം തൻ്റെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നത്. 13. ആളുകൾ എത്രത്തോളം അത്രത്തോളമാണ് ലോകത്തിൻ്റെ സുഖം. നല്ലവരാകുന്നുവോ അത്രത്തോളമാണ് ലോകത്തിൻ്റെ സുഖം. 14. സ്നേഹനിധിയായ എല്ലാവരിലും കുറേ നന്മകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹു സ്നേഹനിധിയായ അല്ലാഹു എല്ലാവരിലും നന്മകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. 15. ഡേഷിന് വഴങ്ങുമ്പോഴാണ് മനുഷ്യൻ ദുഷിക്കുന്നത്, മോശമാകുന്നത്. സാത്താൻ അഥവാ ഇബ്ലീസിന് വഴങ്ങുമ്പോഴാണ് മനുഷ്യൻ മോശപ്പെട്ടവനായി മാറുന്നത്. 16. യൂസഫ് അലൈഹിസ്സലാമയുടെ ജയിലിലെ കൂട്ടുകാർ ആരെയാണ് ആരാധിച്ചിരുന്നത്? സൂര്യദേവനെയും നൈൽ ദേവനെയുമുള്ള അടക്കം ബഹുദൈവ ആരാധകരായിരുന്നു യൂസഫ് അലൈഹിസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ. 17. യൂസഫ് അലൈഹിസ്സലാമയുടെ ജയിലിലെ കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുത്ത വിശ്വാസമേത്? ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ്. അല്ലാഹു ഏകനാണ് എന്ന്, ദൈവം ഏകനായിക്കൊണ്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് യൂസഫ് അലൈഹിസ്സലാം തൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തത്. 18. അത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. ഏത്? ദൈവത്തെ വിസ്മരിച്ച് മനുഷ്യനെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്നവരെയോ ആയ സൃഷ്ടികളെ ആരാധിക്കുന്നത്. ദൈവത്തിന് പകരം അല്ലാഹുവിന് പകരം മനുഷ്യരെയോ അതിനേക്കാൾ താഴെയുള്ള കല്ലുകളെയും മരങ്ങളെയുമൊക്കെ ആരാധിക്കുക എന്നുള്ളത് അവർക്കൊരു ശക്തിയും ഇല്ലാതിരിക്കെ എങ്ങനെയാണ് ദൈവത്തിന് തുല്യമായിക്കൊണ്ട് അവരെ ആരാധിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് കൂട്ടുകാർക്ക് യൂസഫ് അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത്. 19. അബലരും അശക്തരുമായ അനേകം കൃത്രിമ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതോ സർവശക്തനും സർവജ്ഞനും ഏകനുമായ സത്യദൈവത്തെ ആരാധിക്കുന്നതോ കൂടുതൽ ഉത്തമമായിട്ടുള്ളത്? ആരുടെ വാക്കുകളാണിത്? യൂസഫ് അലൈഹിസ്സലാമയുടെ. തൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവികമായ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള യൂസഫ് അലൈഹിസ്സലാമയുടെ വാക്കുകളാണിത്. ശക്തിയില്ലാത്ത, കാണാനോ കേൾക്കാനോ കഴിയാത്ത കേവലം ബിംബങ്ങൾ മാത്രമായ ഈ ദൈവങ്ങൾക്ക് പകരം സർവശക്തനും എല്ലാം അറിയുന്നവനും എല്ലാം സൃഷ്ടിച്ചവനുമായ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് യൂസഫ് അലൈഹിസ്സലാം തൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. 20. മതി നിർത്തട. ഇവന്മാരുടെ ഒരു പ്രഭാഷണം. ആരാണ് ഇത് പറഞ്ഞത്? ജയിലിലെ കാവൽക്കാരൻ. യൂസഫ് അലൈഹിസ്സലാമയും കൂട്ടുകാരും സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടേക്ക് കടന്നു വന്ന കാവൽക്കാരനാണ് യൂസഫ് അലൈഹിസ്സലാമയോടും കൂട്ടുകാരോടും ഈ വർത്തമാനം പറഞ്ഞത്.